നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വധശ്രമ കേസ് പ്രതിയെ പിടികൂടുന്നതിനിടെ വെടിവയ്പ്. വെടിയുതിർത്ത പ്രതി റോഷന്റെ പിതാവിനെ സാഹസികമായി കീഴ്പ്പെടുത്തി വളപട്ടണം പോലീസ്. ഇതിനിടയിൽ റോഷൻ ഓടി രക്ഷപ്പെട്ടു. സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 3 മത്സരങ്ങൾക്ക് നാളെ തുടക്കമാവും. വിവിധ വേദികളിൽ നടക്കുന്ന മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത് 4300ഓളം വിദ്യാർത്ഥികൾ. താമസ സൗകര്യം ഒരുക്കിയത് ജില്ലയിലെ 10 വിദ്യാലയങ്ങളിലായി. തലശ്ശേരി കോടതി ജീവനക്കാർക്ക് സിക്ക വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ആലപ്പുഴ വൈറോളജി ലാബ് പരിശോധനയിൽ. കൊതുക് നശീകരണം അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഊർജിതം. വാർത്തകൾ വിശദമായി. കണ്ണൂർ ചിറക്കലിൽ പ്രതിയെ പിടിക്കാനെത്തിയ പോലീസ് സംഘത്തിന് നേരെ വെടിവയ്പ്. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെങ്കിലും പ്രതി പോലീസ് സംഘത്തെ പേടിച്ച് രക്ഷപ്പെട്ടു. ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. തമിഴ്നാട് സ്വദേശിയായ ബാലാജിയെ ഒക്ടോബർ 22-ന് പേപ്പർ കട്ടർ കൊണ്ട് ആക്രമിച്ച കേസിലെ പ്രതിയാണ് രക്ഷപ്പെട്ട റോഷൻ. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. തമിഴ്നാട് സ്വദേശിയെ പേപ്പർ കട്ടർ കൊണ്ട് ആക്രമിച്ച കേസിൽ പ്രതിയായ റോഷനെ പിടികൂടാനാണ് വളപട്ടണം SI നിതിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ചിറക്കൽച്ചിറയിലെ ഇയാളുടെ വീട്ടിലെത്തിയത്. 2 നിലയുള്ള വീടിന്റെ പിന്നിലുള്ള കോണിപ്പടി കയറി പോലീസ് സംഘം മുകൾ നിലയിലെത്തി. റോഷന്റെ മുറിക്ക് മുന്നിൽ നിന്ന് വാതിൽ മുട്ടി വിളിക്കുന്നതിനിടെയാണ് റോഷന്റെ പിതാവ് ബാബു തോമസ് പെട്ടെന്ന് പോലീസിന് നേരെ വെടിയുതിർത്തത്. SI ഉൾപ്പെടെയുള്ള പോലീസ് സംഘം തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. ആർക്കും പരിക്കേറ്റിട്ട് ഇല്ലെങ്കിലും ഈ സമയം കൊണ്ട് പ്രതി റോഷൻ ഓടി രക്ഷപ്പെട്ടു. വെടിയുതിർത്ത ബാബു തോമസിനെ പിന്നീട് പോലീസുകാർ കീഴ്പ്പെടുത്തി. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. തോക്കിന് ലൈസൻസ് ഉണ്ടെന്ന് പോലീസ് പറയുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥർ രാത്രി തന്നെ സ്ഥലത്തെത്തി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശിയായ ബാലാജിയെ ഒക്ടോബർ 22-ന് പേപ്പർ കട്ടർ കൊണ്ട് ആക്രമിച്ച കേസിലെ പ്രതിയാണ് രക്ഷപ്പെട്ട റോഷൻ. നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറയുന്നു. കർണാടകത്തിൽ ഉൾപ്പെടെ ഇയാൾക്കെതിരെ കേസുണ്ട്. റോഷന് വേണ്ടി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. വളപട്ടണം വെടിവയ്പ്. റോഷൻ റൌഡി ലിസ്റ്റിലുള്ളയാളെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ IPS. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണെന്നും കമ്മീഷണർ പറഞ്ഞു. തോക്കിന് ലൈസൻസ് ഉണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ വിശദമായി പരിശോധിക്കും. ജില്ലയിലെ വളപട്ടണം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇന്നലെ രാത്രിയുണ്ടായ വെടിവയ്പ് കേസിൽ വിശദീകരണവുമായി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ IPS. വെടിവയ്പ് കേസുമായി ബന്ധപ്പെട്ട് 2 തോക്ക് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തോക്കിന് ലൈസൻസ് ഉണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ വിശദമായി പരിശോധിക്കും. ലൈസൻസ് ഇല്ല എന്ന് FIR-ൽ രേഖപ്പെടുത്തിയത് പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ പറഞ്ഞു. വളപട്ടണം പോലീസ് സ്റ്റേഷനിന്റെ SIN പാർട്ടി ഒരു ഇൻഫോർമേഷൻ കിട്ടിയതിനു ശേഷം ഒരു 308 കേസ് 22-ാം തീയതി സംഭവിച്ചത് 23-ാം തീയതി രജിസ്റ്റർ ചെയ്ത ഒരു 308 കേസിൻ്റെ പ്രതി റോഷൻ ആണ് പേര്. സോ ആ പുള്ളി ഈ വീട്ടിൽ ഉണ്ട്. അങ്ങനെ ഒരു ഇൻഫോർമേഷൻ കിട്ടിയ ശേഷം ഇവിടെയാണ് വന്നത്. ഇവിടെ വരുമ്പോൾ വീട്ടിൽ നോക്ക് ചെയ്തു. ഫ്രണ്ട് ഡോർ ആരും തുറന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ബാക്ക് സൈഡിനെ വീട്ടിൽ കയറാൻ ശ്രമിച്ചു. ആ സമയത്ത് അകത്തുനിന്ന് ഫയറിംഗ് ആണ് ഉണ്ടായത്. ഈ റോഷനിൻ്റെ അച്ഛനാണ് ഫയറിംഗ് ചെയ്തത്. അങ്ങനെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ മനസ്സിലായതാണ്. നവകേരളം കർമ്മ പദ്ധതി 2-ന്റെ ഭാഗമായി ഹരിത കേരളം മിഷന്റെ ആഭിമുഖ്യത്തിൽ CWRDM കോഴിക്കോടിന്റെ സാങ്കേതിക സഹായത്തോടെ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് തല ശില്പശാല പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു. പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സുശീല ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിനെ ശുദ്ധജല സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്നതിനാവശ്യമായ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായാണ് പഠനം. കണ്ണൂർ ബ്ലോക്ക് നിലവിൽ ഭൂഗർഭജലത്തിന്റെ കാര്യത്തിൽ ക്രിട്ടിക്കൽ സോണിൽപ്പെടുന്ന പ്രദേശമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് മറികടക്കുന്നതിനായി വിവിധ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം ഉണ്ടാക്കാനും ശാസ്ത്രീയമായി ചെയ്തു തീർക്കേണ്ട പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാനും എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്ന് മനസ്സിലാക്കാനും ജലബജറ്റ് തയ്യാറാക്കുന്നതിലൂടെ സാധിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് AV സുശീല പറഞ്ഞു. വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. TK പ്രമോദ്, K ശോഭന, TV രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. CWRDM സയന്റിസ്റ്റ് ഡോക്ടർ B വിവേക്, ഹരിത കേരളം മിഷൻ ജില്ലാ റിസോഴ്സസ് പേഴ്സൺ P സുനിൽ ദത്തൻ തുടങ്ങിയവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി പ്രീജിത്ത്, അസിസ്റ്റന്റ് സെക്രട്ടറി ദിവാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വധശ്രമ കേസ് പ്രതിയെ പിടികൂടുന്നതിനിടെ വെടിവയ്പ്. വെടിയുതിർത്ത പ്രതി റോഷന്റെ പിതാവിനെ സാഹസികമായി കീഴ്പ്പെടുത്തി വളപട്ടണം പോലീസ്. ഇതിനിടയിൽ റോഷൻ ഓടി രക്ഷപ്പെട്ടു.
സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 3 മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. വിവിധ വേദികളിൽ നടക്കുന്ന മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത് 4300ഓളം വിദ്യാർത്ഥികൾ. താമസ സൗകര്യം ഒരുക്കിയത് ജില്ലയിലെ 10 വിദ്യാലയങ്ങളിലായി. തലശ്ശേരി കോടതി ജീവനക്കാർക്ക് സിക്ക വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ആലപ്പുഴ വൈറോളജി ലാബ് പരിശോധനയിൽ. കൊതുക് നശീകരണം അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഊർജിതം. സ്വർണം ഇന്നൊരു ആഭരണമായിരിക്കാം, പക്ഷേ നാളെ അതൊരു സമ്പത്താണ്. വർത്തമാനത്തിന് ആത്മവിശ്വാസം നൽകുന്ന, ഭാവിക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു സമ്പത്ത്. ഇത് കണ്ണൂരിന്റെ സമ്പാദ്യ സ്വപ്നങ്ങൾക്ക് സ്വർണം ചാർത്തുന്ന ആരാധന ജ്വല്ലറി. 2019 ഉപ്പുമുളകും താരങ്ങൾ കണ്ണൂരിന് സമർപ്പിച്ച ആരാധന ജ്വല്ലറി ഗോൾഡ്, സിൽവർ, ഡയമണ്ട്, വാച്ചസ് ഇങ്ങനെ 4 കാറ്റഗറികളിലായി കണ്ണൂരിനെ ആഭരണങ്ങൾ അണിയിച്ചുകൊണ്ടേയിരിക്കുന്നു. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹിൽ ആൻഡ് മാലിയ, കുവൈറ്റ്. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകളിലേക്ക്. സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 3 മത്സരങ്ങൾ നവംബർ 5 മുതൽ 11 വരെ കണ്ണൂരിലെ വിവിധ വേദികളിൽ നടത്തപ്പെടുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 6 രാവിലെ 8:30 മന്ത്രി K രാധാകൃഷ്ണൻ ഗെയിംസ് മത്സരം ഉദ്ഘാടനം ചെയ്യും. 14 ജില്ലകളിൽ നിന്നും യോഗ്യത നേടിയ 4300 കുട്ടികൾ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കാനായി കണ്ണൂരിലെത്തും. സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 3 വിഭാഗം കണ്ണൂരിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഏകദേശം 14 ജില്ലകളിൽ നിന്നായി 4300ഓളം വിദ്യാർത്ഥികൾ മാറ്റിവെക്കുന്ന ഈ ഒരു ഗെയിംസ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാധാകൃഷ്ണ സാറ് 6-ാം തീയതി ഉദ്ഘാടനം ചെയ്യും. നവംബർ 5 മുതൽ 11 വരെയാണ് ഗെയിംസ് നടക്കുന്നത്.
ഈ മന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ വിശിഷ്ട അതിഥിയായി ബഹുമാനപ്പെട്ട മേയർ ഉണ്ടാവും. അതുപോലെ തന്നെ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി സാറാണ്, MLA. അതുപോലെ മറ്റ് എല്ലാ സംവിധാനങ്ങളും ഇതിനു വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. എല്ലാ മെഡിക്കൽ അടക്കമുള്ള കുട്ടികളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ജൂഡോ, യോഗ, ബാഡ്മിന്റൺ, ഫെൻസിംഗ്, ബോക്സിംഗ്, ആർച്ചറി, ജിംനാസ്റ്റിക്, നെറ്റ്ബോൾ, ചെസ്, ത്രോബോൾ എന്നീ ഇനങ്ങളാണ് ഗ്രൂപ്പ് 3-ൽ ഉൾപ്പെടുന്നത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി ആൺകുട്ടികളും പെൺകുട്ടികളും മത്സരിക്കും. ജൂഡോ, ബോക്സിംഗ് എന്നിവ GVHSS സ്പോർട്സിലും, യോഗ, ചെസ് സെന്റ് മൈക്കിൾസ് AIHSSലും, ബാഡ്മിന്റൺ ഡ്രീം ബാഡ്മിന്റൺ അരീന കക്കാട് വെച്ചും, ഫെൻസിംഗ്, നെറ്റ്ബോൾ എന്നിവ മുണ്ടിയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചും, ആർച്ചറി കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ വെച്ചും, ജിംനാസ്റ്റിക് സായി തലശ്ശേരിയിൽ വെച്ചും, ത്രോബോൾ കലക്ട്രേറ്റ് മൈതാനത്ത് വെച്ചും നടത്തപ്പെടും. മത്സരാർത്ഥികൾക്കുള്ള താമസ സൗകര്യം 10 വിദ്യാലയങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. 14 ജില്ലകളിൽ നിന്നും യോഗ്യത നേടിയ 4300 കുട്ടികൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാനായി കണ്ണൂരിലെത്തും. മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കടന്നപ്പള്ളി രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സ്കൂൾ സ്പോർട്സ് കോർഡിനേറ്റർ PP മുഹമ്മദ് അലി, KT സാജിദ്, K പ്രകാശൻ, മനോജ് PK, ഷിജു K ദാസ് എന്നിവർ പങ്കെടുത്തു. സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ പോരാളിയുമായിരുന്ന വടക്കില്ലം ഗോവിന്ദൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം കുടുംബാംഗങ്ങൾ നൽകുന്ന പുരസ്കാരത്തിന് നാടകകലാ സാംസ്കാരിക മേഖലയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ ചെയ്ത T പവിത്രൻ അർഹനായതായി ഭാരവാഹികൾ അറിയിച്ചു. 25,000 രൂപയും പ്രശസ്ത ശില്പി KKR വെങ്ങര രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ അവാർഡ് നാടകരംഗത്ത് നൂറ്റാണ്ടിലധികമായി പ്രവർത്തിച്ചു വരുന്ന നാടകകൃത്ത്, നടൻ, സംവിധായകൻ എന്നീ നിലകളിലെല്ലാം സമൃദ്ധമായ അനുഭവങ്ങളുള്ള 13ാമത്തെ വയസ്സിൽ ബാലനടനായി അരങ്ങിലെത്തി 35ഓളം നാടകങ്ങളുടെ രചയിതാവും നിരവധി നാടകങ്ങളുടെ സംവിധായകനുമായിരുന്ന ശ്രീ T പവിത്രനാണ് ഇത്തവണ അവാർഡ് കൊടുക്കാൻ ജൂറി ഏകകണ്ഠമായി തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം മുമ്പ് അവതരിപ്പിച്ച TP സുകുമാരൻ മാഷ് ആയഞ്ചേരി വല്യച്ഛമാൻ എന്ന നാടകം ഇപ്പോൾ വീണ്ടും അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കാണാനുള്ളൊരു അവസരം കിട്ടുകയുണ്ടായി. അന്നത്തെ വെള്ളരി നാടകത്തിൻ്റെ മൊത്തം അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് അധികാരസ്ഥാനങ്ങളോട് നമുക്കുള്ള, അല്ലെങ്കിൽ അമിതാധികാര സ്ഥാനങ്ങളോട് നമുക്കുള്ള എതിർപ്പുകൾ രേഖപ്പെടുത്തുന്ന ഒരു വെള്ളരി നാടകമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ രീതിയിൽ പുരുഷന്മാർ തന്നെ സ്ത്രീകളായി അഭിനയിക്കുന്ന രീതിയിലുള്ള പഴയ നാടകത്തിൻ്റെ ആ മൊത്തം അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ആയഞ്ചേരി വല്യച്ഛമാൻ എന്നുള്ള നാടകം ഇത്തവണയും യുവകലാ സാഹിതിയാണ് അത് അരങ്ങിലെത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് T പവിത്രൻ അദ്ദേഹത്തിനാണ് വടക്കില്ലം ഗോവിന്ദൻ നമ്പൂതിരിയുടെ പേരിലുള്ള 2ാമത്തെ പുരസ്കാരം നൽകുന്നത്. നവംബർ 19 രാവിലെ 10 മണിക്ക് പുറച്ചേരിയിലെ വീട്ടുമുറ്റത്ത് വെച്ച് നടക്കുന്ന അനുസ്മരണ സമ്മേളനം മുൻ കൃഷിമന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്യും. കവി ആലക്കോട് ലീലാകൃഷ്ണൻ അവാർഡ് സമ്മാനിക്കും. 13ാമത്തെ വയസ്സിൽ ബാലനടനായി അരങ്ങിലെത്തി 35ഓളം നാടകങ്ങളുടെ രചയിതാവും നിരവധി നാടകങ്ങളുടെ സംവിധായകനുമായതായിരുന്നു പവിത്രൻ. കറുത്ത തോറ്റങ്ങൾ, സൂര്യദാഹം, തിരുട്ടുനഗരം, പ്രാപ്പിടിയൻ തുടങ്ങിയ നാടകങ്ങൾ ഗ്രന്ഥരൂപത്തിലും എഴുതിയിട്ടുണ്ട്. ഗ്രാമീണ ജീവിതത്തിന്റെ നേർചിത്രം പ്രതിഫലിപ്പിക്കുന്ന രംഗപാഠങ്ങളാണ് ആ നാടകങ്ങളിൽ പ്രതിഫലിക്കുന്നതെന്നും ജൂറി അംഗങ്ങൾ പറഞ്ഞു. KK മാരാർ, VS നിതിൻകുമാർ, V ആയിഷ BV എന്നിവർ അംഗങ്ങളും മാധവൻ പുറച്ചേരി സെക്രട്ടറിയുമായ സമിതിയാണ് അവാർഡ് നിർണയിച്ചത്. കവർച്ചാ കേസിലെ പ്രതികളെ പിടികൂടി കണ്ണവം പോലീസ്. സ്റ്റേഷൻ പരിധിയിലെ ചൂണ്ടയിൽ എന്ന സ്ഥലത്ത് വെച്ച് കൂത്തുപറമ്പ് സ്വദേശിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി പണം കവർന്ന കേസിലെ 6 പ്രതികളെയാണ് സബ് ഇൻസ്പെക്ടർ TM വിപിനിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. കണ്ണവം സബ് ഇൻസ്പെക്ടർ TM വിപിനിന്റെ നേതൃത്വത്തിൽ കണ്ണവം സ്വദേശികളായ നിഖിൽ, അഭിനന്ദ്, കോളയാട് സ്വദേശികളായ റോബിൻ, ജോൺ, അജ്മൽ, ഈരായിക്കൊല്ലി സ്വദേശിയായ സനീഷ് എന്നിവരെയാണ് പിടികൂടിയത്. ഈ കഴിഞ്ഞ മാസം 31-നാണ് സംഭവം. കാറിലെത്തിയ പ്രതികൾ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന പരാതിക്കാരനെ ചവിട്ടി വീഴ്ത്തി ബലമായി കാറിൽ കയറ്റി കൊണ്ടുപോയി 15,000 രൂപ കവർച്ച ചെയ്തു എന്നതാണ് കേസ്. കണ്ണവം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ വിപിൻ, PO ജിജേഷ് തെക്കുംപാടൻ, CPOമാരായ അഷറഫ് കോറോത്ത്, പ്രജിത്ത് കണ്ണിപ്പോയിൽ, നിസാമുദ്ദീൻ, അനീസ്, സരിത്ത് എന്നിവരും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്.
കേരള സർക്കാരിന്റെ ജനവിരുദ്ധ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടൗണിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ പ്രകടനത്തിന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകി. KPCC ആവിഷ്കരിച്ചിരിക്കുന്നത്. അതുപോലെ തുടർന്ന് അങ്ങോട്ട് എല്ലാ തലത്തിലും സമരം നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് സാധാരണക്കാരന്റെ വിഷയമാണ്, ഇവിടുത്തെ ജനങ്ങളുടെ വിഷയമാണ്, ഇവിടുത്തെ എല്ലാവരുടെയും വിഷയമാണ്. അതിന് ജാതി മത വ്യത്യാസമോ ഉന്നതനെന്നോ ചെറുപ്പക്കാരനെന്നോ ചെറിയവനോ എന്നുള്ള വ്യത്യാസമില്ല, എല്ലാവരുടെയും വിഷയമാണ്. അതുകൊണ്ട് തന്നെ സമരം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും തീരുമാനിച്ചിരിക്കുകയാണ്. ആ സമരത്തിന് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നേതാക്കളായ KC മുഹമ്മദ് ഫൈസൽ, മുഹമ്മദ് ബ്ലാത്തൂർ, രാജീവൻ ഇളയാവൂർ, സുരേഷ് ബാബു ഇളയാവൂർ, അഡ്വക്കേറ്റ് റഷീദ് കവ്വായി, T ജയകൃഷ്ണൻ, K ബാലകൃഷ്ണൻ മാസ്റ്റർ, CV സന്തോഷ്, ശ്രീജ മഠത്തിൽ, CT ഗിരിജ, കായക്കുൾ രാഹുൽ, ലക്ഷ്മണൻ തുണ്ടിക്കോത്ത്, കൂക്കിരി രാജേഷ്, KO സുരേഷൻ, സുധീഷ് മുണ്ടേരി, കല്ലിക്കോടൻ രാകേഷ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. കേരള മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ KMDA ജില്ലാ സമ്മേളനം നവംബർ 5 ഞായറാഴ്ച ബ്രോഡ്ബീൻ ഹോട്ടലിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. KV സുമേഷ് MLA ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഞങ്ങൾ നിരവധിയായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിൽ കാതലായ പ്രശ്നങ്ങളൊന്ന് GST ഏകീകരണമാണ്. നിങ്ങൾക്കറിയാം, രോഗികളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഷയമാണ് മരുന്നിൻ്റെ വില. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം വ്യത്യസ്ത സ്ലാബുകളിലുള്ള GST ആണ്. 5%, 12%, 16%, 18%, 24% ഇങ്ങനെ വ്യത്യസ്ത GST സ്ലാബുകൾ ഇപ്പം നിലവിലുണ്ട്. അവയെല്ലാം തന്നെ ഏകീകരിച്ച് സാധാരണക്കാരായ രോഗികൾക്ക് മരുന്നുകൾക്ക് വില കുറച്ച് ലഭ്യമാക്കണം എന്നതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, നിങ്ങൾക്കൊക്കെ വളരെ സുപരിചിതമായ തെർമോമീറ്റർ, BP അപ്പാരറ്റസ്, കുട്ടികളൊക്കെ തൂക്കാൻ ഉപയോഗിക്കുന്ന വെയിങ് മെഷീൻസ്, ഇവയൊക്കെ വളരെ പരിമിതമായ അളവിലാണ് സാധാരണ വിൽപ്പന നടക്കുക. പക്ഷെ അതിന് ഒരു വർഷത്തേക്ക് ചുമത്തുന്നത് 5000 രൂപയാണ് ലൈസൻസ് ഫീസായിട്ട് ചുമത്തുന്നത്. നമ്മുടെ സമ്മേളനം നവംബർ 5 കണ്ണൂർ താവക്കരയുള്ള ബ്രോഡ്ബീൻ ഹോട്ടലിൽ വെച്ചാണ് നടക്കുന്നത്. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ K ഷബീന, കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന ട്രഷറർ PV ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുക്കും. മെഡിക്കൽ അനുബന്ധ മേഖലകളായ ഫാർമ, സർജിക്കൽ ഉപകരണങ്ങൾ, ദന്തൽ എക്യുപ്മെന്റ്സുകൾ, ഇംപ്ലാന്റുകൾ, ലാബ് കെമിക്കലുകൾ, ഉപകരണങ്ങൾ മുതലായവയുടെ വിതരണക്കാരുടെ മേഖല ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇത്തരം വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. ആന്റിബയോട്ടിക്കുകൾ, വേദന സംഹാരികൾ, മനോരോഗത്തിന് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ പോലും ഓൺലൈനിൽ വിറ്റഴിക്കുന്നുണ്ട്. ഇത് ദൂരവ്യാപകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ഓൺലൈൻ ഔഷധ വ്യാപാരം നിരോധിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സുനിൽ എടക്കാടൻ, സെക്രട്ടറി P കനകരാജൻ, സന്തോഷ് കുമാർ, രാംദാസ്, PV രാജീവ് എന്നിവർ പങ്കെടുത്തു. തലശ്ശേരി കോടതിയിലെ ജഡ്ജിമാർക്കും ജീവനക്കാർക്കും അഭിഭാഷകർക്കും ഉണ്ടായ ശാരീരിക അസ്വസ്ഥതകൾ സിക്ക വൈറസ് മൂലമെന്ന് സ്ഥിരീകരണം. ആലപ്പുഴ വൈറോളജി ലാബിലെ പരിശോധനയിലാണ് സിക്ക വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ജില്ലാ കോടതി സമുച്ചയത്തിലെ 3 കോടതികളിലെ ജീവനക്കാർക്കും കോടതിയിൽ ഹാജരായ അഭിഭാഷകർക്കും 2 ജഡ്ജിമാർക്കുമാണ് ശാരീരിക പ്രശ്നങ്ങളുണ്ടായത്. 100ഓളം പേർ അസുഖബാധിതരായ സാഹചര്യത്തിൽ 3 കോടതികൾ അടച്ചിട്ടിരുന്നു. ഈഡിസ് വിഭാഗത്തിലുള്ള കൊതുകുകളാണ് സിക്ക വൈറസ് പരത്തുന്നത്. വൈറസ് ബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കൊതുക് നശീകരണം അടക്കമുള്ള നടപടികൾ ഊർജിതമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരാഴ്ച മുൻപാണ് തലശ്ശേരി കോടതി ജീവനക്കാർക്കിടയിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. ശരീരത്തിൽ തടിപ്പ്, ക്ഷീണം, പനി തുടങ്ങിയവയായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. കോടതിയുടെ പ്രവർത്തനത്തെ ആകെ ബാധിക്കുന്ന വിധത്തിലായിരുന്നു വൈറസ്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പള്ളിക്കുന്ന് കാനത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ഊട്ടുപുരയുടെ ഉദ്ഘാടനം നവംബർ 6 രാവിലെ 9 മണിക്ക് മന്ത്രി K രാധാകൃഷ്ണൻ നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 12 ലക്ഷം ദീപം സമർപ്പണവും 21, 22, 23 തീയതികളിൽ ഏകാദശി മഹോത്സവവും നടക്കും. കാനത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പുതുതായി നിർമ്മിച്ച ശ്രീ വൈകുണ്ഠപുരം ഊട്ടുപുര സമർപ്പണത്തോടനുബന്ധിച്ചാണ് നമ്മളിവിടെ ഒരു മീറ്റിംഗായി ഇപ്പോൾ ഒത്തുചേർന്നിരിക്കുന്നത്. ഈ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അധ്യക്ഷൻ നമ്മുടെ ബഹുമാനപ്പെട്ട KV സുമേഷ് അധ്യക്ഷനാവും. പിന്നെ വിശിഷ്ടാതിഥി
വിശിഷ്ടാതിഥി ടി പത്മനാഭൻ സാറാണ് വിശിഷ്ടാതിഥിയായി നമ്മുടെ എല്ലാ ഊട്ടുപുര സമർപ്പണത്തിന് വേണ്ടിയും എല്ലാ തരത്തിലും സഹായവും സഹകരണം എല്ലാം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. സാറാണ് നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ട് ശ്രീ പത്മനാഭൻ സാറാണ് ഞങ്ങളുടെ കൂടെ അന്ന് ഊട്ടുപുര സമർപ്പണത്തിന് വരുന്നത്. കെ വി സുമേഷ് MLA അധ്യക്ഷത വഹിക്കും. പ്രശസ്ത കഥാകൃത്ത് ടി പത്മനാഭൻ വിശിഷ്ടാതിഥിയാകും. ചടങ്ങിൽ ദേവസ്വം കമ്മീഷണർ പി നന്ദകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുമാടം ഇളയടത്ത് ഈശാനൻ നമ്പൂതിരിപ്പാട് അനുഗ്രഹ പ്രഭാഷണം നടത്തും. ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട് നടക്കും. നവംബർ 12 ലക്ഷദ്വീപം സമർപ്പണവും 21, 22, 23 തീയതികളിൽ ഏകാദശി മഹോത്സവവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ PK ജയകൃഷ്ണൻ, CP ബീന, KC ശ്രീജിത്ത്, CT രാജീവ്, KM ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ രോഗി മരിച്ചതറിയാതെ ഇപ്പോഴും കാത്തിരിപ്പിലാണ് ഒപ്പമെത്തിയൊരു നായ. എന്നും മോർച്ചറിയുടെ മുന്നിലെത്തി വാതിൽ തുറക്കുന്നതും നോക്കി നിൽക്കുകയാണ് നായ. ഉടമസ്ഥൻ മരിച്ച വിവരം അറിയാതെ കാത്തിരിക്കുന്ന നായ ആശുപത്രി ജീവനക്കാരുടെയും പരിശോധനയ്ക്ക് എത്തുന്നവരുടെയും കണ്ണിനെ ഈറനണിയിക്കുകയാണ്. എവിടേക്കും പോകാതെ മറ്റ് നായകൾക്കൊപ്പം കൂടാതെ ജില്ലാ ആശുപത്രിയിൽ മാസങ്ങളായി ഒരു നായ കാത്തിരിപ്പിലാണ്. ആരെയാണ് നായ കാത്തിരിക്കുന്നതെന്നറിയാതെ ജീവനക്കാരും ആശയക്കുഴപ്പത്തിലാണ്. രാമു എന്ന പേരിലാണ് ആശുപത്രിയിലുള്ളവർ നായയെ വിളിക്കുന്നത്. ആശുപത്രി സന്ദർശനത്തിനെത്തിയ മന്ത്രിയെ പോലും കൂസാതെ ആശുപത്രി വളപ്പിൽ തന്നെ തുടരുകയായിരുന്നു ഈ നായ. മിക്ക സമയത്തും വരാന്തകളിലൂടെ നടക്കുന്ന നായയുടെ നടപ്പ് അവസാനിക്കുന്നത് മോർച്ചറിക്ക് മുന്നിലാണ്. അടഞ്ഞുകിടക്കുന്ന മോർച്ചറി വാതിൽ തുറക്കുമെന്ന പ്രതീക്ഷയോടെ പ്രിയപ്പെട്ട ആരോ മടങ്ങിവരും എന്ന കാത്തിരിപ്പിലാണ് നായയുള്ളത്. ഒരു രോഗിക്കൊപ്പം നായ ആശുപത്രിയിൽ എത്തിയെന്നും മരിച്ചപ്പോൾ മോർച്ചറിയുടെ റാമ്പ് വരെ നായ ഒപ്പം എത്തിയിരുന്നുവെന്നും ആശുപത്രി ജീവനക്കാർ പറയുന്നു. മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം ബന്ധുക്കൾ കൊണ്ടുപോയതറിയാതെയാവും നായ ഇവിടെ കാത്തു നിൽക്കുന്നതെന്നാണ് ആശുപത്രി ജീവനക്കാരനായ രാജേഷ് പറയുന്നത്. ഏകദേശം ഒരു 3-4 മാസത്തിനിടയിലായിട്ടാണ് ഈ നായയെ ഞങ്ങൾ ഇവിടെ കണ്ടു തുടങ്ങുന്നത്. മോർച്ചറിയിലേക്ക് ഞങ്ങൾ അകത്തു നിന്ന് മൃതദേഹമൊക്കെ കയറ്റി വരുന്ന റാമ്പിലാണ് ഇതിനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ നല്ല ആരോഗ്യമുള്ളൊരു നായായിരുന്നു. ഒരു വളർത്തു നായയുടെ എല്ലാ ലക്ഷണമുള്ള നായയായിരുന്നു. അതുവരെ ഈ പരിസരത്തൊന്നും ഇതിനെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്. പിന്നീട് അന്വേഷിച്ചപ്പം അറിയാൻ കഴിഞ്ഞത് മറ്റേ രോഗികളും ഒരു 1-2 ആഴ്ച ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മറ്റേ രോഗികളൊക്കെ പറഞ്ഞറിഞ്ഞതിൻ്റെ ഉടമ ഇവിടെ ഉണ്ടായിരുന്നു ചികിത്സയിൽ. അപ്പോൾ ഉടമ മരിച്ചപ്പോൾ ബോഡി മോർച്ചറിയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് പുറകെ വന്ന് മോർച്ചറിയിലേക്ക് കയറുന്ന ഗേറ്റ് വരെ പുറകെ വന്നതാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അവിടെ ഗേറ്റ് അടച്ചുകൊണ്ട് അതിനകത്തേക്ക് കയറാൻ പറ്റാതെ വന്നു. അങ്ങനെ വന്നപ്പോൾ ആ ഗേറ്റിന് പുറത്തുള്ള റാമ്പിലാണ് ഈ നായ ഏകദേശം 3 മാസത്തിലേറെയായിട്ട് 3-4 മാസം ഏകദേശം. അല്ല, ഇതിനപ്പുറത്തൊരു വഴിയുണ്ട് അകത്തേക്ക് വരുന്നത്. നമ്മൾ ഹോസ്പിറ്റലിന് അകത്തുനിന്ന് മോർച്ചറിയിലേക്ക് കയറുന്ന വഴി. അപ്പോൾ അതുവഴി മൃതദേഹം കൊണ്ടുവന്നപ്പോൾ ആ ഗേറ്റ് വരെ വന്നു. ഗേറ്റ് അടച്ചുകൊണ്ട് ഇങ്ങോട്ട് കടക്കാൻ പറ്റിയില്ല. അടുത്ത ദിവസം മൃതദേഹം ഇതുവഴിയാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ നായ ഇത് കാണില്ല. നായ റാമ്പിൽ ഇപ്പോഴും അതിൻ്റെ ഉടമ ഇതിനകത്തുണ്ട് എന്നുള്ള പ്രതീക്ഷയിലായിരിക്കണം. ആ റാമ്പിൽ തന്നെയാണ് മിക്കവാറും താമസം. ആ ദിവസങ്ങളിൽ നല്ല ആരോഗ്യമുള്ള നായായിരുന്നു. പിന്നീട് പെട്ടെന്ന് ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ടായിരിക്കണം വല്ലാതെ ശോഷിച്ചു. എപ്പോഴും ഇങ്ങനെ കണ്ണിന്ന് വെള്ളം വന്ന് 2 കണ്ണിന്നും വെള്ളം ഒഴുകുന്നുണ്ടാവും, ഒരു കരയുന്നത് പോലെ. അങ്ങനെ കിടക്കുമായിരുന്നു. ആ റാമ്പിലാണ് രാവും പകലും ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് അത്യാവശ്യം മറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ നീങ്ങാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒന്ന് വല്ലാതെ ശോഷിച്ചപ്പോൾ അത്യാവശ്യം 1-2 ദിവസം ആദ്യമൊന്നും ഞങ്ങൾ കൊടുത്താലും ഞാൻ പോകുന്ന സമയത്ത് കാരണം എനിക്ക് നായയോട് മുമ്പേ സ്നേഹമുള്ള കൂട്ടത്തിലാണ്. വീട്ടിൽ നായൊക്കെ ഉള്ളതാണ്. ആ രീതിയിൽ ഇതിന് ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കൊടുക്കും. പക്ഷേ കഴിക്കൂലായിരുന്നു ആദ്യമൊന്നും. പിന്നീട് ദിവസേന ഇങ്ങനെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് ക്രമേണ അത്യാവശ്യം ബിസ്ക്കറ്റ് കഴിക്കാൻ തുടങ്ങി. പിന്നീട് ഞങ്ങളുടെ ഈ യൂണിഫോം ഇട്ടവരെ വലിയ പ്രശ്നമില്ലാതായി. ഇപ്പോൾ അത്യാവശ്യം ആളുകൾ കുറേ സ്ഥിരമായി കാണുന്ന ആളുകൾ കൊടുത്താൽ എന്തെങ്കിലും കഴിക്കും. എല്ലാവരും നൽകുന്ന ഭക്ഷണമൊന്നും കഴിക്കുന്ന സ്വഭാവം രാമുവിനില്ല. മറ്റ് നായകളുമായി കൂട്ടുകൂടുകയുമില്ല. ഒറ്റയ്ക്ക് നടക്കും. ആരെയോ പ്രതീക്ഷിച്ചു നിൽക്കും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5650 രൂപ, പവന് 45,200 രൂപ, വെള്ളി 78 രൂപ. അറിയിപ്പ്. ഫോർ 6659 418 944727456 എന്നീ നമ്പറുകളിൽ രജിസ്റ്റർ ചെയ്യണം.
പേരാവൂർ മണ്ഡലം നവകേരള സദസ്സ് വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ. പേരാവൂർ മണ്ഡലം നവകേരള സദസ്സിന്റെ ഭാഗമായി മണ്ഡലത്തിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ചിത്രരചന, പെൻസിൽ, കാർട്ടൂൺ, ഉപന്യാസ രചന, ഡിജിറ്റൽ പോസ്റ്റർ മേക്കിംഗ്, മൊബൈൽ ഫോൺ എന്നിവയാണ് ഇനങ്ങൾ. നവംബർ 11 രാവിലെ 9:30 മുതൽ ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജിലാണ് മത്സരങ്ങൾ നടക്കുക. ഓരോ മത്സര വിഭാഗത്തിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ പ്രതിനിധീകരിച്ച് 2 വീതം വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ നവംബർ 8 പേര് രജിസ്റ്റർ ചെയ്യണം. പങ്കെടുത്ത സ്ഥാപനങ്ങൾ സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം ഹാജരാക്കണം. ദി ട്രാവലറിന്റെ അടുത്ത യാത്ര ഹൈദരാബാദിലേക്ക്. കുടുംബശ്രീ ട്രാവലറിന്റെ അടുത്ത യാത്ര ഹൈദരാബാദ്. ായി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ടൂർ പാക്കേജുകൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമായത്. എന്നാൽ ഇത് വിപുലീകരിക്കാനും യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കുമായി അവസരങ്ങൾ ഒരുക്കാനുമുള്ള ശ്രമത്തിലാണ് ട്രാവലർ അംഗങ്ങൾ. നവംബർ 10 ആരംഭിക്കുന്ന ഹൈദരാബാദ് യാത്ര 3 പകലും 2 രാത്രികളുമാണ് ഒരുക്കിയിരിക്കുന്നത്. കാലാവസ്ഥ. കേരളത്തിൽ മഴ ശക്തമാവുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. നേരത്തെ പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഓറഞ്ച് അലർട്ട് ആയിരുന്നു. എന്നാൽ പുതുക്കിയ മഴ മുന്നറിയിപ്പിൽ മലപ്പുറത്തും കോഴിക്കോടും കൂടി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കൊല്ലം, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. നാളെ പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഇടിയോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത. ഇടിമിന്നൽ ജാഗ്രത കർശനമായി പാലിക്കണം. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. തെക്കൻ തമിഴ്നാട് തീരത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള കാറ്റും
തമിഴ്നാട്ടിലും ശക്തമാണ്. തെക്കൻ തമിഴ്നാടിന് മുകളിൽ മറ്റൊരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വധശ്രമ കേസ് പ്രതിയെ പിടികൂടുന്നതിനിടെ വെടിവയ്പ്. വെടിയുതിർത്ത പ്രതി റോഷന്റെ പിതാവിനെ സാഹസികമായി കീഴ്പ്പെടുത്തി വളപട്ടണം പോലീസ്. ഇതിനിടയിൽ റോഷൻ ഓടി രക്ഷപ്പെട്ടു. സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 3 മത്സരങ്ങൾക്ക് നാളെ തുടക്കമാവും. വിവിധ വേദികളിൽ നടക്കുന്ന മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത് 4300ഓളം വിദ്യാർത്ഥികൾ. താമസ സൗകര്യം ഒരുക്കിയത് ജില്ലയിലെ 10 വിദ്യാലയങ്ങളിലായി. തലശ്ശേരി കോടതി ജീവനക്കാർക്ക് സിക്ക വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ആലപ്പുഴ വൈറോളജി ലാബ് പരിശോധനയിൽ. കൊതുക് നശീകരണം അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഊർജിതം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.